വെൽക്കം ടു CMR Learn Stuff. ഇന്നത്തെ ക്ലാസ്സിൽ യൂണിറ്റ് 4 ഷേക്സ്പിയറും ക്രിറ്റിസിസമാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു പാട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഒരു 4-5 ക്രിറ്റിക്സ് അവരുടെ വർക്കിലൂടെ ഷേക്സ്പിയറിനെ കുറിച്ച് പോസിറ്റീവായോ നെഗറ്റീവായോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എങ്ങനെയാണ്, ഷേക്സ്പിയറിൻ്റെ ഏതെല്ലാം വർക്കുകൾ എടുത്തിട്ടാണ് അവർ പറയുന്നത്, എത്രമാത്രം പ്രായോഗികമായിട്ടിതുണ്ട്, അതുപോലെ തന്നെ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുള്ള തിയറീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം, ഒരുപാട് കാലങ്ങളായി തന്നെ ഷേക്സ്പിയറിൻ്റെ പല വർക്കുകളും ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ജോൺ ഡ്രൈഡനെ പോലെയുള്ള ആളുകൾ ഷേക്സ്പിയറിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുതുന്ന രീതികളെയോ ഒക്കെ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ അതെങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിച്ച രീതി, ഇതിനൊക്കെ പ്രൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈഡനും അതുപോലെ തന്നെ ചില നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സും പലപ്പോഴും ഷേക്സ്പിയറിൻ്റെ വർക്കുകളെല്ലാം ഒരു നിയോ ക്ലാസിക്കൽ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും ശ്രമിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു 18th സെഞ്ച്വറിയിൽ ഡോക്ടർ സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്ന് പറയുന്ന വർക്കിനകത്ത് ക്രിറ്റിസിസമാണ് അതിനകത്ത് ഷേക്സ്പിയറിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഡയലോഗ്സിനെ കുറിച്ചും ഒക്കെ പ്രൈസ് ചെയ്ത് പറയുണ്ടായി. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രമാറ്റിക് യൂണിറ്റീസിലും അതിൻ്റെ പ്ലേസിലെ ഡ്രമാറ്റിക് യൂണിറ്റീസിൻ്റെ ചില അഭാവത്തെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ചില കോൺസെപ്റ്റുകളൊക്കെ അദ്ദേഹം പ്രിഫേഴ്സ് ടു ഷേക്സ്പിയർ എന്ന വർക്കിൽ ഡോക്ടർ സാമുവൽ ജോൺസൺ അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റൊമാൻറ്റിക് പോയറ്റായിട്ടുള്ള ജോൺ കീറ്റ്സ് ഷേക്സ്പിയറിൻ്റെ നെഗറ്റീവ് കേപ്പബിലിറ്റിയെക്കുറിച്ച് പറയുണ്ടായി. അതായത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ പവർ ടു ആക്സെപ്റ്റ് അൺസെർട്ടനിറ്റി ആൻഡ് മിസ്റ്ററി വിതൗട്ട് നീഡിങ് ക്ലിയർ ആൻസേഴ്സ്. അതായത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും കഥാപാത്രങ്ങളിലോ അല്ലെങ്കിൽ സംഭവ വികാസങ്ങളിലൊക്കെ ഒരു ഉത്തരമില്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെയുള്ള അവസാനിപ്പിക്കലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അതിനെയാണ് ഷേക്സ്പിയറിൻ്റെ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പിന്നീട് അതിന് ശേഷം AC ബ്രാഡ്ലി, TS എലൈറ്റ് തുടങ്ങിയിട്ടുള്ള ക്രിറ്റിക്സ് ഷേക്സ്പിയറിൻ്റെ പല വിധത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് കേപ്പബിലിറ്റി പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായ ആംഗിളിൽ നിന്ന് അദ്ദേഹത്തിനെ പഠിക്കുകയും അതിനകത്തുള്ള പല കാര്യങ്ങളും എങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു എക്സ്പ്ലനേഷൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. They discussed themes like gender roles, mistaken identity and the mix of humor and sadness in his plays. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്കപ്പോഴും ഷേക്സ്പിയറിൻ്റെ കഥകളിൽ പ്ലേസിലെല്ലാം ട്രാജഡിയുടെ കൂടെ കോമഡി മിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഹ്യൂമർ, സാഡ്നസ് ഒരുമിച്ച് വരുന്നുണ്ട്. അതുപോലെ മിസ്റ്റേക്കൻ ഐഡൻറ്റിറ്റി, അതുപോലെ ജെൻഡർ റോൾസ്, ഇതെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഡിസ്ഗൈസിലൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ പോരായ്മകളോ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം പിന്നീട് വന്ന ക്രിറ്റിക്സുകൾ, നേരത്തെ പറഞ്ഞ AC ബ്രാഡ്ലി, TS എലൈറ്റ്, ചാൾസ് ലാം പോലുള്ള ക്രിറ്റിക്സ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോളിലോക്കി, അസൈഡ് എന്ന് പറയുന്ന ചില ടെക്നിക്സുകളെല്ലാം ആ ഒരു അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ കൊണ്ടുവരുന്ന സമയത്ത് അതിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഇതേപോലെ ക്രിറ്റിക്സ് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജ്, അത് യൂസ് ചെയ്യുന്ന രീതികൾ, മീറ്റർ, റൈം, ഇതൊക്കെ പിന്നീട് വന്ന റൈറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുകയും അതേപോലെ തന്നെ സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ പിന്നീട് വന്നല്ലോ, സിനിമയാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊക്കെയുള്ള അവതരണ രീതികൾ നമ്മളുടെ ചിന്താഗതികളെ, നമ്മളുടെ ധാരണയെ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ചും പിന്നീട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ മുന്നേ ഷേക്സ്പിയർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ കാലഘട്ടത്തിനനുസരിച്ചാണ് പോയിരുന്നത്. പക്ഷേ കാലക്രമേണ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ചിന്താഗതിയിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കുകളെ അനലൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പെർഫോമൻസ് ആണെങ്കിൽ ബാക്കി എല്ലാത്തിനെയും അനലൈസ് ചെയ്തിട്ട് ക്രിറ്റിക്സുകൾ അതിനനുസരിച്ചുള്ള പോയിൻറ്റ്സുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാവുന്നത്, ഷേക്സ്പിയറിൻ്റെ കാലത്തിന് ശേഷം പിന്നീട് വന്നിട്ടുള്ള ഒട്ടുമിക്ക റൈറ്റേഴ്സും ക്രിറ്റിക്സ് അവരുടെ വർക്കുകൾ എടുക്കുകയും ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ എടുക്കുകയും അത് വീണ്ടും വീണ്ടും അതിനകത്തുള്ള പല കാര്യങ്ങളെയും, വ്യത്യസ്തമായ കാര്യങ്ങളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കുകളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമുക്കതിലൊരു ബേസ് ഉണ്ടാക്കാനും ഈ ഒരു വിമർശനങ്ങൾ പലപ്പോഴും സാധ്യമായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജോൺ കീറ്റ്സ് ആൻഡ് ഹിസ് നെഗറ്റീവ് കേപ്പബിലിറ്റി. John Keats was one of the greatest romantic poets and is often compared to Shakespeare because of his strong imagination. വില്യം ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്കുകളിലും ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇതിന് സ്ട്രോങ് ഇമാജിനേഷൻ. അപ്പോൾ ഇത് ഷേക്സ്പിയറിൻ്റെ വർക്കിലുള്ള അതേപോലെ തന്നെ ജോൺ കീറ്റ്സിൻ്റെ വർക്കിനകത്തും ഉള്ളതായിട്ട് പലപ്പോഴും ഒരു താരതമ്യം, ഒരു കമ്പാരിസൺ എപ്പോഴും വരാറുണ്ട്.
ദെൻ പിന്നീട് ഈ ഒരു താരതമ്യം കൊണ്ട് തന്നെ മാത്യു ആർണോൾഡ് ഇദ്ദേഹത്തെ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഹീ ഈസ് വിത്ത് ഷേക്സ്പിയർ എന്ന്. ദെൻ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ കീറ്റ്സ് ആഫ്റ്റർ എ ഡിസ്കഷൻ വിത്ത് പൊളിറ്റീഷ്യൻ ചാൾസ് വെൻബർത്ത്. ഈ ഒരു കാര്യം, അതായത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന സംഭവം the ability to accept uncertainty, mystery and doubt without rushing to find facts or reason. അതായത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഒരാളുടെ വർക്കിനകത്ത് എന്തെങ്കിലും ഒരു അനിശ്ചിതാവസ്ഥയോ ഒരു ഇൻസ്റ്റെബിലിറ്റിയോ എന്തോ ആയിക്കോട്ടെ അതുണ്ടെങ്കിൽ അത് നമ്മൾ അതേപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ആസ്വദിക്കുക. ആ ഒരു മെൻറ്റാലിറ്റിയാണ് കീറ്റ്സിനുള്ളത്. അപ്പോൾ ഈ ഒരു ഇതേ രീതി ഷേക്സ്പിയറിനുള്ളത് കൊണ്ടാണ് ഷേക്സ്പിയർ അത് എന്തൊരു കാര്യം അതിനൊരു കംപ്ലീറ്റ് ഒരു മീനിങ് കൊടുക്കാതെ അത് അവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഈ ഒരു രീതിയെ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നാണ് കീറ്റ്സ് പറയുന്നത്. അപ്പോൾ കീറ്റ്സിനും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കമാണ്. അതായത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു രഹസ്യമാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിശ്ചിതത്വം വരികയാണെങ്കിലോ ഒരു സംശയം എന്നിവയൊക്കെ ആ ഒരു വർക്കിനകത്തുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും അതിന് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ആൻസറിന് വേണ്ടിയിട്ട് വല്ലാണ്ട് തിടുക്കം കാണിക്കാതിരിക്കാനുമുള്ള ഒരു കഴിവ് അത് റീഡേഴ്സിനുണ്ട് എന്നുള്ളതാണ് കീറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ. അതായത് ടോട്ടലി റീഡേഴ്സിനല്ല, കീറ്റ്സിന് ആ ഒരു ഷേക്സ്പിയറിൻ്റെ ആ ഒരു രീതിയെ അംഗീകരിക്കാൻ കഴിവുണ്ട്. അപ്പോൾ നെഗറ്റീവ് കേപ്പബിലിറ്റി ഉള്ള ഒരു എഴുത്തുകാരൻ വൈകാരികമായിട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും സ്വന്തം അഭിപ്രായങ്ങൾ മറ്റൊരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാതിരിക്കുകയും ചെയ്യും. അതായത് ഇപ്പോൾ വായനക്കാരനിക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനകത്തുള്ള എന്ത് അനിശ്ചിതാവസ്ഥയും ആ വർക്കിനകത്ത് എന്ത് അനിശ്ചിതാവസ്ഥയോ പ്രോബ്ലംസോ എന്തോ ഉണ്ടായിക്കോട്ടെ നമുക്കതിന് വ്യക്തമായ ആൻസർ ഇല്ലെങ്കിൽ അതിന് വേണ്ടി പെട്ടെന്ന് അത് കിട്ടണം എന്നുള്ളതോ അല്ലെങ്കിൽ അതൊരു തെറ്റായ രീതിയാണെന്നുള്ളത് വിമർശിക്കാതെ നമ്മുടെ സ്വന്തം അഭിപ്രായങ്ങൾ അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ജോൺ കീറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ക്വാളിറ്റി ഷേക്സ്പിയറിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ഒരു വർക്കിനകത്ത് അതേ രീതി തന്നെ പിന്തുടരുന്നത്. അപ്പോൾ മിക്ക വർക്കിനകത്തും ക്യാരക്ടേഴ്സിനും അതുപോലെ ആ സ്റ്റോറീസിനുമൊക്കെ വളരെ സങ്കീർണമായ കാര്യങ്ങൾ കൊണ്ടും വളരെ സംശയങ്ങളായ കാര്യങ്ങൾ കൊണ്ടും കൂടി നിലനിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കീറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ വില്യം ഷേക്സ്പിയറിന് ഈ ഒരു ക്വാളിറ്റി കുറച്ച് കൂടുതലുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റിലും കിങ് ലിയറിലും ഒക്കെയുള്ള അത്തരം ഡ്രാമാസിലെല്ലാം പ്ലേസിലെല്ലാം ഹാംലെറ്റ് ക്ലോഡിയസിനെ കൊല്ലണോ എന്ന ഹാംലെറ്റിൻ്റെ ഒരു ആശയക്കുഴപ്പം, അത് ഒരു മടി, അതൊക്കെ സോളിലോക്കിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഹാംലെറ്റ് പെട്ടെന്ന് ആ ഒരു തീരുമാനം പ്രവർത്തിക്കാതിരിക്കുന്നത് ഒരു അനിശ്ചിതാവസ്ഥയാണ് നൽകുന്നത്. അതായത് ഹാംലെറ്റിൻ്റെ സ്റ്റോറി നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനകത്ത് ഹാംലെറ്റ് ക്ലോഡീസിനെ കൊല്ലാൻ മാത്രമുള്ള ഒരു റീസൺ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം അത് മടിക്കുന്നത് എന്നുള്ളത് ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടല്ലോ, ആ മടി. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ഇതിന് ഈ നെഗറ്റീവ് കേപ്പബിലിറ്റിക്ക് എക്സാമ്പിളാണ്. അതേപോലെ കിങ് ലിയറിൽ നാടുകടത്തലുകൾ, അതുപോലെ പെൺമക്കളുടെ ആ ഒരു അഭിനയിച്ചുകൊണ്ടുള്ള സ്നേഹം, ഇതൊക്കെ ലിയർ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചിന്തിച്ചുകൂടെ, ഒരു അച്ഛനാണ്, അപ്പോൾ മക്കളുടെ കാര്യത്തിൽ തീരുമാനം മാറ്റാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാനോ ഉള്ള ഒരു ശക്തി ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ലിയർ അത് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ റീഡേഴ്സിനോ അല്ലെങ്കിൽ ഓഡിയൻസിനോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു നെഗറ്റീവ് കേപ്പബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ കീറ്റ്സ് അഡ്മയർഡ് ദിസ് ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഷേക്സ്പിയർസ് വർക്ക് ദെയർ ഡെപ്ത് ആൻഡ് റിച്ച്നെസ്. മിക്കപ്പോഴും ഷേക്സ്പിയറിൻ്റെ എല്ലാ വർക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള ആഴവും ഒരു സമ്പന്നതയും എല്ലാം ലഭിക്കുന്നത് ഈ ഒരു ഷേക്സ്പിയറിൻ്റെ ഈ ഒരു ക്വാളിറ്റി കൊണ്ടാണ്, ഈ നെഗറ്റീവ് കേപ്പബിലിറ്റി എന്നുള്ള ഒരു ക്വാളിറ്റി കൊണ്ടാണ് എന്നാണ് കീറ്റ്സ് വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചാൾസ് ലാംബിനെ കുറിച്ചാണ്. ഹി റോട്ട് ദ എസ്സേ ഓൺ ദ ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ ഇൻ ദ റിഫ്ലെക്റ്റർ മാഗസിൻ. റിഫ്ലെക്റ്റർ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ ഷേക്സ്പിയറിൻ്റെ ട്രാജഡീസിനെ കുറിച്ച് ടോട്ടൽ ചെയ്തിട്ട് ഓൺ ദ ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു എസ്സേ ചാൾസ് ലാംബ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ദ സക്സസ് ഓഫ് ഷേക്സ്പിയർസ് പ്ലേസ് ഡിപ്പെൻഡ് എ ലോട്ട് ഓൺ പെർഫോമൻസ്. മിക്കപ്പോഴും ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്കുകളും ഇത്രയധികം ഫേമസ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ അതേപോലെ തന്നെ ചില വർക്കുകളുടെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ട് തന്നെ ആ പെർഫോമൻസ് നേരാവണ്ണം നടക്കാത്തത് കൊണ്ട് ആസ്വദിക്കാൻ പറ്റാത്ത വർക്കുകളും ഉണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമർശനം ഇവിടെ വന്നത്? അതായത് മിക്കപ്പോഴും ഇപ്പോൾ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് പണ്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാട്, അതുപോലെ തന്നെ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്ന രീതികൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മിക്കപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് കാണാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ അതുപോലെ ഹാംലെറ്റിൻ്റെ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്ന സ്റ്റോളിലൊക്കെ അങ്ങനെയുള്ള പല സംഭവങ്ങളും അഭിനയിക്കുന്ന സമയത്ത് അത്രയധികമായിട്ട് ഇഫക്റ്റീവ് ആവുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ അതേപോലെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഒറിജിനാലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ മോശം അഭിനയം കാരണം പലപ്പോഴും അത്രയും അധികം ശക്തമായ കഥാപാത്രങ്ങളും ശക്തമായ സ്പീച്ചും എല്ലാം ഉണ്ടായിട്ടും, അതായത് ഒരു ജീവനുള്ള പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം എഴുതിയിട്ട് മോശം പെർഫോമൻസ് കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടാതെ പോയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകൾ കൊണ്ട് പരാജയപ്പെട്ട വർക്കുകളുണ്ട് എന്ന് ചാൾസ് ലാംബ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, he believes that this happens partly because of Shakespeare's plays are less suited for the stage than the plays of any other playwrights. അതായത് ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്കുകളും സ്റ്റേജിന് അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് തന്നെയാണ് അവിടെ പറയുന്നത്. അതായത് ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്കുകളും പെർഫോം ചെയ്യുമ്പോൾ ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും മറ്റുള്ള റൈറ്റേഴ്സുമായിട്ട് മറ്റുള്ള പ്ലേ റൈറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്കുകളും പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവാത്തതായിട്ട് ഉണ്ട്. അതായത് ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു കോൺട്രഡിക്റ്ററി സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ഒരു വിരോധാഭാസം തോന്നാം. അതായത് ഇപ്പോൾ നേരത്തെ അദ്ദേഹത്തിനെ പ്രൈസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ പെർഫോമൻസിന് വേണ്ടി ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു വിരോധാഭാസം തോന്നാം. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ കഴിവ് അദ്ദേഹം അത്രയും വലിയൊരു പ്രതിഭയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടകത്തിലെ അത്രയും ആഴമേറിയ ഏതാണ്ട് അമാനുഷികമായ എല്ലാ അറിവും വെച്ചിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകളെല്ലാം സാധാരണ അഭിനേതാക്കൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് അഭിനയിച്ചിട്ട് അത് പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ മിക്ക വർക്കുകളും അദ്ദേഹം പറയുന്നത് ഈ ഒരു പെർഫോമൻസിന് അനുയോജ്യമല്ല. അപ്പോൾ പിന്നെ അതിന് വേറൊരു തരം കൂടി അദ്ദേഹം പറയേണ്ടതല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് പെർഫോമൻസസ് ക്യാൻ ലിമിറ്റ് ദ ഇമാജിനേഷൻ ആൻഡ് മീനിങ് ദ റീഡേഴ്സ് ഫൈൻഡ് ഇൻ ഷേക്സ്പിയർസ് പ്ലേസ്. അതായത് സാധാരണ വായനക്കാരനിക്ക് കിട്ടുന്ന ഇമാജിനേഷനും അതുപോലെ തന്നെ മീനിങ്ങും ഒന്നും പെർഫോമൻസിലൂടെ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് വായിക്കാനാണ് ഏറ്റവും നല്ലത്, അല്ലാതെ പെർഫോമൻസിനല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മിക്ക ട്രാജിക് ക്യാരക്ടേഴ്സും വളരെ കോംപ്ലക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അത്രയും അധികം ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ച് അഭിനയിക്കേണ്ട കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. സോ അത് അഭിനേതാക്കൾക്ക് അതങ്ങോട്ട് ഓഡിയൻസിൻ്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് പ്രയാസമുള്ള രീതിയിലാണ് പലപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹാംലെറ്റിൻ്റെ ഒരു കാര്യം ഹാംലെറ്റിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സോളിലോക്കി ഉണ്ട്, വളരെ ആഴത്തിലുള്ള ദുഃഖം, ചിന്ത, ഇതെല്ലാം കാണിക്കുന്നൊരു ഭാഗം. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഒരു കാര്യം ഇനി എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം വളരെ വിഷമത്തോടെ ആലോചിച്ചിരിക്കുന്ന ഒരു സീൻ ഹാംലെറ്റിലുണ്ട്. അപ്പോൾ ഇത് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ ഒരു ആക്ടേഴ്സ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആ ആഴത്തിലുള്ള ആ ചിന്ത, ആ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഡ്രാമക്കകത്ത് അത്രയും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത് പക്ഷേ അത്ര നല്ല രീതിയിൽ ഒരാൾ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ആ കഥയുടെ ആ ഡ്രാമയുടെ ഭംഗിയും അവിടെ നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾക്കത് ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ ആ ബുക്കിനെ വായിക്കണം. അപ്പോൾ മിക്കപ്പോഴും ഷേക്സ്പിയറിൻ്റെ ഇത്തരം ഡ്രാമാസ് എല്ലാം പെർഫോം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വായിക്കുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ സ്വകാര്യ ചിന്തകളെ എങ്ങനെയാണ് ഒരു അഭിനേതാവിന് അത്രയും ആഴത്തിൽ എങ്ങനെയാണ് കാണിക്കാൻ പറ്റുക. ഇപ്പോൾ മാക്ബത്തിലാണെങ്കിൽ തന്നെ മാക്ബത്തിൻ്റെ ചില മാനസികമായ സംഘർഷങ്ങളൊന്നും ചാൾസ് മാക്രിഡിയെ പോലെയുള്ള അഭിനേതാവിനെ ഫലിപ്പിച്ച് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്, ഈ ഒരു എസ്സേ അദ്ദേഹം കൊണ്ടുവന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്, ഒരു അഭിനേതാവിനും ഒരു റൈറ്ററിൻ്റെയും അത്രയും അധികം ഉള്ളിലുള്ള കാര്യങ്ങൾ അഭിനയത്തിലൂടെ കാണിക്കാൻ കഴിയില്ല. അതായത് എന്താണോ എഴുത്തുകാരൻ അയാളുടെ മനസ്സിലുള്ള അത്രയും തീവ്രമായ കാര്യങ്ങളൊന്നും ഒരിക്കലും അത് ആ ഒരു വർക്ക് അഭിനയിക്കുന്ന ഒരാൾക്ക് അത്രയും മനോഹരമായിട്ട് കാണിക്കാൻ കഴിയില്ല, അത്രയും റിയലിസ്റ്റിക്കായിട്ട് കാണിക്കാൻ കഴിയില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഏറ്റവും അവസാനം അദ്ദേഹം സാധാരണ
ഒരു പെർഫോമൻസുകൾ കാണുന്ന ഒരു ഓഡിയൻസിനെയും അതേപോലെ തന്നെ ഒരു വർക്കിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്സിനെയും അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അതായത് സാധാരണ ഒരാൾ ഒരു ഷേക്സ്പിയറിൻ്റെ ഡ്രാമ കാണുകയാണെങ്കിൽ സാധാരണക്കാരർക്ക് ഒരിക്കലും ഒരു ഷേക്സ്പിയറിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് അത്രയധികം ഒന്നും ആഴത്തിൽ അനലൈസ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് അത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. പക്ഷേ ഒരു യഥാർത്ഥ ക്രിട്ടിക് തീർച്ചയായിട്ടും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അത് മനസ്സിലാക്കും, അതിനനുസരിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ സാധാരണക്കാരെപ്പോഴും ഈ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമയുടെ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രശസ്തമാവാൻ ചാൻസ് ഉള്ള ഒന്നിനെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പെർഫോമൻസിനേക്കാൾ കൂടുതൽ ഷേക്സ്പിയറിൻ്റെ ബുക്കുകൾ നമ്മൾ വായിക്കണം. അത്രയും അധികം, കാരണം ഈ വായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അവരെ ഒരു ഭാവന ഉണ്ടാവുന്നുണ്ട്, നമ്മളുടെ മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അതായത് അതിനകത്ത് അത്രയും തീവ്രമായ ഡയലോഗ്സുകൾ, അത്രയധികം ആഴത്തിലുള്ള ചിന്തകൾ ഒക്കെ ഉണ്ട്. അതെല്ലാം അതേപോലെ തന്നെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കുകൾ വായിക്കണം. അതേസമയം പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കാഴ്ചപ്പാട് അവരുടെ ഒരു പെർഫോമൻസിൽ ചിലപ്പോൾ അത്രയധികം മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിൻ്റെ ക്വാളിറ്റി അവിടെ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റി അവിടെ പെർഫോമൻസിലൂടെ ഇല്ലാതെയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിൻ്റെ മിക്ക ട്രാജഡീസും ഏറ്റവും നല്ലത് വായിക്കാൻ തന്നെയാണ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ല രീതിയിൽ അതിനോട് ഒരു ആത്മബന്ധം ഉണ്ടാവാനും അത് നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത വിധം അത്രയും അധികം ഉറച്ചു നിൽക്കാനും സഹായിക്കുകയുള്ളൂ എന്നാണ് ചാൾസ് ലാമ്പിൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കീറ്റ്സിനെയും അതുപോലെ ലാമ്പിൻ്റെയും അഭിപ്രായങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ കീറ്റ്സിൻ്റെ നെഗറ്റീവ് കേപ്പബിലിറ്റി, ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ എക്സാമ്പിൾസ്, ഷേക്സ്പിയറിൻ്റെ ഏതെല്ലാം വർക്കിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ ചാൾസ് ലാമ്പിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ്, എസ്പെഷ്യലി ട്രാജഡീസ്, അതുപോലെ മിക്ക വർക്കുകളും ഏറ്റവും ആഴത്തിലുള്ള ചിന്താഗതികളുള്ളത് കൊണ്ടും ക്യാരക്ടേഴ്സ് അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള വൈകാരികമായ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മിക്ക ഡ്രാമാസും മിക്ക പ്ലേസും പെർഫോമൻസിനേക്കാൾ നല്ലത് വായനക്കാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏതെല്ലാം വർക്കിലൂടെയാണ് അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇരിക്കാം. താങ്ക് യു സോ മച്ച്.